ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഷ്പ 2 ദ റൂൾ സിനിമ കണ്ടു. രാവിലെ തന്നെ 4 മണീൻ്റെ ഷോ ആണ് കണ്ടത്. അപ്സര തിയേറ്ററിൽ നിന്നാണ് കണ്ടത്, കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ സിനിമ എങ്ങനെ നോക്കാം. നമ്മുടെ സുകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ, പിന്നെ രശ്മിക മന്ദാന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഫഹദ് ഫാസിലുണ്ട്. കൂടുതൽ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല. പുഷ്പ 1 നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ സിനിമ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക്. ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വർക്കായില്ല. സത്യം പറയുകയാണെങ്കിൽ എന്താ പറയുക വെച്ചാൽ, ഒന്നാമത് ഈ സിനിമയുടെ ലെങ്ത്താണ്. 3.5 മണിക്കൂറുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. മൊത്തം 3.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പല സമയത്തും ബോറടിക്കും. നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഫസ്റ്റ് ഹാഫ് വലിയ സീനില്ല, ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങി വീഴുന്ന പോലെയൊക്കെ തോന്നി. പൊലച്ച് തന്നെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. എന്നാലും സിനിമ അവരെന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഇമോഷണലായിട്ട് കുറേ കണക്ഷൻ കൊണ്ടുവരാൻ നോക്കി. പക്ഷെ ഒന്നും നമുക്ക് അവിടെ കണക്റ്റ് ആവുന്നില്ല എന്നില്ല പറയാം. നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല സത്യം പറയുകയാണ്. അതിലാകെ നമുക്ക് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായ കുറച്ച് ഫൈറ്റ്, ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ട്. അത് അത്യാവശ്യം വർക്കായതുപോലെ തോന്നി എനിക്ക്. പക്ഷേ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനൊന്നും വർക്കായിട്ടില്ല. പിന്നെ ലാസ്റ്റിലേക്ക് അതായത് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സീരിയൽ മേക്കിംഗ് പോലെയൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം കൊണ്ടുപോയെന്നുള്ളതാണ്. പിന്നെ 3.5 മണിക്കൂർ നമ്മൾ ഇരുന്നു, അത് പോട്ടെ. അത് കഴിഞ്ഞ ശേഷം സിനിമ അവസാനിക്കുന്നില്ല. മൂന്നാമതൊരു പുഷ്പ 3 റാംപാജ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി മത്സരിച്ചിട്ടാണ് നിർത്തുന്നത്. ക്ലൈമാക്സ് കൊണ്ടുവച്ച് നിർത്തുന്നത് തന്നെ എന്തിനോ വേണ്ടി ചെയ്ത പോലെ തോന്നി. അവർക്ക് ഇതിനൊരു അവസാനം അവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്ത പോലെയൊക്കെ തോന്നി സത്യം പറയുകയാണെങ്കിൽ. പിന്നെ മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ സൈഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് പല സ്ഥലത്തും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വലിയ വർക്കായിട്ടില്ല. പക്ഷേ പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശ്രീലീലൻ്റെ കിസ് പാട്ടും പിന്നെ അതുപോലെ തന്നെ ഫീലിങ്സ്, ആ പാട്ടുകളൊക്കെ നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, പെർഫോമൻസൊക്കെ എല്ലാവരും പെർഫോമൻസുകളൊന്നും വലിയ സീനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാസ്റ്റിലേക്ക് കുറേ ഇമോഷണലായിട്ടുള്ള കുറേ സംഭവങ്ങൾ കൊണ്ടുവരാൻ നോക്കി. അത് വർക്കായില്ല എന്നാ പറയാം. സത്യം പറയുകയാണെങ്കിൽ എനിക്കെന്താ പറയേണ്ടത് എനിക്കറിയില്ല. നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലു അർജുൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു സംഭവം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി മുതൽ സിനിമകളൊന്നും പ്രതീക്ഷ പോകേണ്ടത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും എനിക്കൊന്നും പറയാനില്ല. നിങ്ങളിത് തിയേറ്ററിൽ പോയി കണ്ടുവെക്കുക. 3.5 മണിക്കൂർ അത് തന്നെയാണ് ശോകം തന്നെ പറയാം. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്രയേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.